ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടോപ്പിക് ഇസ് ഇക്കണോമിക് എൻവിയോൺമെന്റ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടറാണ് എക്കണോമിക് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു എക്കണോമിയിലാണ്. എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള എക്കണോമി ഉണ്ട്, അല്ലെ? നാഷണൽ എക്കണോമി ഉണ്ട്. ആ എക്കണോമിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് റിലേറ്റിംഗ് ടു ഡിമാൻഡ്, സപ്ലൈ. ആ ഒരു രാജ്യത്തിൽ എങ്ങനെയാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത്, എത്രയാണ് അവിടുത്തെ സപ്ലൈ, ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ വെൽത്ത് ഒക്കെ മെഷർ ചെയ്യുന്ന GDP, അങ്ങനെയൊക്കെയുള്ള ഒരു എക്കണോമി ഉണ്ട്. ആ എക്കണോമിയിലാണ് എല്ലാ ബിസിനസ്സും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിനെ എക്കണോമിയിലുള്ള പല ഫാക്ടേഴ്സും ബിസിനസ്സിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇക്കണോമിക് എൻവിയോൺമെന്റിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്കണോമിക് എൻവിയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഇൻ ബിസിനസ്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരിക്കലും ഇക്കണോമിക്സ് ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല. ബേസിക് ലെവലിൽ ഇക്കണോമിക്സ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമിക്സിലുള്ള പല ഫാക്ടേഴ്സും മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മാക്രോ എക്കണോമിക് പോളിസിയാണ്. നമ്മുടെ എക്കണോമിക് സ്റ്റഡി, നമ്മൾ ഒരു എക്കണോമിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 ലെവലായിട്ടാണ് പഠിക്കുക. മാക്രോ എക്കണോമിക് പോളിസീസും മൈക്രോ എക്കണോമിക് പോളിസീസും. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് മാക്രോ എക്കണോമിക് പോളിസീസ് ആണ്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, ഒരു എക്കണോമിനെ ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എക്കണോമി ആസ് എ ഹോൾ, ഒരു നാഷണൽ എക്കണോമിനെ ആസ് എ ഹോൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മാക്രോ എക്കണോമിക് പോളിസി എയിം എന്താണ്, ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് മാക്രോ എക്കണോമിക് പോളിസി, ആ പോളിസി എന്ത് എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി നമ്മൾ കൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഗവൺമെന്റ് നമ്മുടെ എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസീസ് ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്. മെയിൻലി മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിയുടെ ആ എക്കണോമി അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് എക്കണോമിക് ഗോൾസ് ഉണ്ട്. അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട മാക്രോ എക്കണോമിക് ലെവലിൽ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് എയിംസ് ഉണ്ട്. ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ മാക്രോ എക്കണോമിക് പോളിസി എയിമുകളില്ലേ, ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്രോ എക്കണോമിക് എയിം ടാർഗറ്റ്സ്, ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമിക് ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാക്രോ എക്കണോമിക് പോളിസീസ് എന്ന് ജനറലി പറയുന്നത്. ആ പോളിസീസിനെ നമുക്ക് ഇനിയും ക്ലാസിഫൈ ചെയ്യാം. മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്, സപ്ലൈ സൈഡ് പോളിസീസ് ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ഒക്കെ നമുക്ക് ഒരു മാക്രോ എക്കണോമിക് പോളിസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അതൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ പോളിസിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ പോളിസിയൊക്കെ ഗവൺമെന്റ്സ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിയുടെ ഒരു എക്കണോമിക് ഗോൾ ഉണ്ട്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എയിമുകളുണ്ട്. ആ എയിം അച്ചീവ് ചെയ്യാനാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ എയിം? മാക്രോ എക്കണോമിക് പോളിസി എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ട്രൈ ടു അച്ചീവ് സം ഒബ്ജക്റ്റീവ്. ആ മെയിൻ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാന്ന് വെച്ചാൽ, എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് ഒന്നും ഇല്ലാതെ, നമ്മുടെ എക്കണോമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഒന്നും ഇല്ലാതെ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു എയിം. പണിയില്ലാത്ത ആൾക്കാരുണ്ടാവരുത്, എല്ലാവർക്കും ജോലി ഉണ്ടാവണം, പിന്നെ ഇൻകം നിന്ന് പോകരുത്, എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം കിട്ടണം. എല്ലാവർക്കും ഇൻകം ഉണ്ടെങ്കിലാണ് അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ബെറ്റർ ആവുള്ളൂ, അവിടെ സ്പെൻഡിങ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് സ്പെൻഡിങ് ഉണ്ടാവുമ്പോഴാണ് അവിടെ കൺസംഷൻ ഉണ്ടാവുക. കൺസംഷൻ ആണ് ഡിമാൻഡ്. അങ്ങനെയാണ് ഒരു എക്കണോമിയുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള GDP, ഒരു എക്കണോമിയുടെ ഔട്ട്പുട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഓഫ് ആൻ എക്കണോമി. അതിനെയാണ് നമ്മൾ ആ എക്കണോമിയുടെ GDP എന്ന് പറയുന്നത്. അപ്പൊ ആ GDP ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിം ഉണ്ട്. അപ്പൊ ആ GDP കൂട്ടണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പണി വേണം, പൈസ വേണമെങ്കിൽ പണി വേണം. പണി ഇല്ല എങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു എയിമാണ്. അടുത്ത് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്. എക്കണോമിക് ഗ്രോത്ത് മീൻസ് GDP കൂട്ടണം. ഒരിക്കലും GDP പെട്ടെന്ന് ഹൈ ആക്കണം എന്നല്ല,
ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ GDP കൂടി വരണം. ഒരിക്കലും GDP കുറയരുത്. ഈ GDP കുറയുന്നതിനെയാണ് നമ്മൾ റിസഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു എക്കണോമി റിസഷനിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? റിസഷൻ മീൻസ് GDP കുറഞ്ഞു വരികയാണ്. അതായത് ആളുകളടുത്ത് പൈസ ഇല്ല, സ്പെൻഡിങ് കുറയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്പെൻഡിങ് കുറയാണ്, ബിസിനസ്സുകളൊക്കെ ഡൾ ആവുകയാണ്, ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ബിസിനസ്സുകളൊക്കെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു എക്കണോമിക് സ്റ്റേറ്റിനെയാണ് റിസഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. GDP കുറയുമ്പോഴാണ് റിസഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് GDP ഒരിക്കലും കുറയരുത്, GDP കൂടണം എന്നാണ്. പെട്ടെന്ന് GDP കൂടണം എന്നല്ല, GDP മെല്ലെ മെല്ലെ കൂടണം. ആൻഡ് ഓൾസോ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അവിടുത്തെ ജനങ്ങളുടെയൊക്കെ എക്കണോമിയിലുള്ള ആളുകളുടെയൊക്കെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ബെറ്റർ ആക്കണം എന്നുള്ളത്. പിന്നെ അടുത്താണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫെയർ ആയിരിക്കണം. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല, ബട്ട് ഫെയർ ആയിട്ടുള്ള രീതിയിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണം. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, പോവർട്ടി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു എക്കണോമിയിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് പൈസ ഒന്നും ഇല്ലാതെ, ഇൻകം ഒന്നും ഇല്ലാതെ പോവർട്ടി, പുവറായിട്ട് നിൽക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഗവൺമെന്റിന് തന്നെയാണ് പ്രശ്നം. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാര്യമാണ്, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എയിമാണ് പ്രൈസിന്റെ സ്റ്റെബിലിറ്റി. ഇവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടാനൊന്നും പാടില്ല, ഭയങ്കര സ്റ്റേബിൾ പ്രൈസ് ആയിരിക്കണം. അതിന് ഇൻഫ്ലേഷൻ ഉണ്ടാവണം. ഇൻഫ്ലേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്, ബട്ട് ലോ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ആവണം. ഇൻഫ്ലേഷൻ ഉണ്ടാവരുതെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ സാധനങ്ങളുടെ പ്രൈസ് കുറയ്ക്കണം എന്നും പറയുന്നില്ല, അതൊക്കെ പ്രശ്നമാണ്. സാധനങ്ങളുടെ പ്രൈസ് എക്കണോമിയിൽ കുറയുന്ന, ഡീഫ്ലേഷൻ ഉണ്ടാവുന്ന പറയുന്ന എക്കണോമിയിൽ പ്രശ്നമാണ്. ഇൻഫ്ലേഷൻ തന്നെയാണ് ഉണ്ടാവേണ്ടത്, ബട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, റിലേറ്റിംഗ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മൾ വേറെ രാജ്യമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുക, അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ നമ്മുടെ കറൻസി അങ്ങോട്ട് പോകുന്നു, അവിടുത്തെ കറൻസി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്ന, എന്താണ്, വേറെ എക്കണോമിയിലത്തെ കറൻസി ഇങ്ങോട്ട് വരുന്നു, ഈ എക്കണോമിയിലെ കറൻസി വേറെ എക്കണോമിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡിങ്ങിലൂടെ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു നെറ്റ് റിസൾട്ടിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ GDP എഫക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇംബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇംബാലൻസ് ഒക്കെ വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് കൂടുതലാണ്, എൻ്റെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ എക്കണോമിയിൽ നിന്ന് ഇങ്ങോട്ട് ഇൻഫ്ലോ ആണ്, എൻ്റെ എക്കണോമിയിലോട്ട് ഇൻഫ്ലോസ് ആണ്. ഞാൻ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ ഔട്ട്ഫ്ലോ ആണ്. ഞാൻ അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടുന്ന് പൈസ അങ്ങോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് വെൽത്ത് അങ്ങോട്ടാണ് പോകുന്നത്, ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, എക്സ്പോർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലോ കൂടുതലായിരിക്കും ഔട്ട്ഫ്ലോയേക്കാൾ, ഇവിടുന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഒരു റിസൾട്ടന്റിന് എന്തായിരിക്കും? GDP, എൻ്റെ GDP, ഈ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ്, എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ട്രേഡ് സർപ്ലസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് സർപ്ലസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഫ്ലോ ആയിരിക്കും, ഇവിടുന്ന് പോകുന്നതായിരിക്കും കൂടുതൽ ദാൻ ഇൻഫ്ലോസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ട്രേഡ് ഡെഫിസിറ്റ് എന്നാണ് പറയാം. ട്രേഡ് ഡെഫിസിറ്റ് എന്നാണ് പറയാം. ആ ട്രേഡ് ഡെഫിസിറ്റ് ആവുന്ന സമയത്ത് എന്താ പ്രശ്നം? GDP കുറയും. നെറ്റ് ആ കാരണം കൊണ്ട് GDP കുറയും, ഈ കാരണം കൊണ്ട് GDP കൂടും. ഇത് രണ്ടാണെന്നുണ്ടെങ്കിലും, ഈ രണ്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണ്? ഇംബാലൻസ്ഡ് BOP എന്നാ പറയാം. ഇംബാലൻസ്ഡ് BOP എന്നാ പറയാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംബാലൻസ് ആവുന്നത്, ഒരെക്കണം നമുക്ക് പറയാമല്ലോ, സർപ്ലസ് ആവുന്നത് നല്ലതല്ലേ, നമ്മുടെ GDP കൂടുതലാണ്. അപ്പൊ സർപ്ലസ് ആവുമ്പോൾ അപ്പുറത്തെ കൺട്രി എന്താണ്? ഡെഫിസിറ്റ് ആവണം. അപ്പൊ അതൊരിക്കലും അങ്ങനെ ഇംബാലൻസ് ആയിട്ട് നിൽക്കില്ല. അപ്പൊ ഡെഫിസിറ്റ് കൺട്രി അങ്ങനത്തെ കുറെ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് ബാലൻസ് ആക്കുന്ന, അങ്ങനെ ഡീപ്പായിട്ടൊന്നും നിങ്ങൾ അറിയണ്ട. അപ്പോൾ ഈ ഒരു എല്ലാ എക്കണോമിയുടെ എയിം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ട്രേഡ് ഡെഫിസിറ്റോ സർപ്ലസോ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, അത് ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ കൺട്രിക്ക് ഡെഫിസിറ്റ് ആണെങ്കിലോ, എൻ്റെ GDP കുറയാണ്, എൻ്റെ അടുത്ത് അങ്ങോട്ട് പോകണം, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എക്സ്പോർട്ട് കുറയും, എൻ്റെ ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ ഞാൻ ഇമ്പോർട്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആക്കും. അപ്പോൾ എന്തായാലും രണ്ട് എക്കണോമീസിന്റെയും എക്കണോമിക് എയിം എന്ന് പറയുന്നത് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ലോങ് ടേം ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ലോങ് ടേം ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ട്രേഡ് ഡെഫിസിറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫണ്ട് അങ്ങോട്ട് പോകണം. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതായത് ഇമ്പോർട്ട് കൂടിയതുകൊണ്ടല്ല ഡെഫിസിറ്റ് ആയത്, ഇമ്പോർട്ട് അങ്ങോട്ട് കുറയ്ക്കും, ബാലൻസ് ആക്കാൻ ശ്രമിക്കും. ഇനി നമുക്ക് സർപ്ലസ്, അവർക്ക് ഡെഫിസിറ്റ് ആണെങ്കിൽ അവിടുത്തെ കൺട്രി എന്ത് ചെയ്യും? ആ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അങ്ങനെ ബാലൻസ് ആവും. അപ്പൊ എല്ലാ എക്കണോമിക്സിന്റെ എയിം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഇംബാലൻസ് ഉള്ളത് ഒഴിവാക്കിയിട്ട് ബാലൻസ് ആക്കണം.
എംപ്ലോയ്മെന്റ് ഉണ്ടാക്കണം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം, നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ പക്കയായിരിക്കണം, ഇൻഫ്ലേഷൻ കുറവായിരിക്കണം, അങ്ങനെയൊക്കെ. ഇത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി ഒരുപാട് ഗ്ലോബൽ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട്. ഗ്ലോബൽ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രാജ്യം മാത്രമല്ല എല്ലായിടത്തും. ഒരുപാട് രാജ്യങ്ങൾ ഇന്റർനാഷണലി പല രീതിയിൽ രാജ്യങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഒരു ലോകം മുഴുവൻ ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് എക്കണോമിക് ഇവന്റ്സ് ഉണ്ട്. അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഗ്ലോബൽ എക്കണോമിക് ഇവന്റ്സ്, ട്രെൻഡുകളൊക്കെ കൺസിഡർ ചെയ്യും. വേറെ രാജ്യത്തെ എക്കണോമിക്സ് എന്താണ്, നമ്മുടെ എക്കണോമിക്സ് എന്താണ്, റിലേറ്റീവ്ലി ഇന്റർനാഷണൽ ലെവലിലുള്ള എക്കണോമിക്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ബിസിനസ്സുകൾ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ എക്കണോമിക്സ് മാത്രം പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. എല്ലാ എക്കണോമിക്സും ഇപ്പം നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. എല്ലാ എക്കണോമിക്സും കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഗ്ലോബൽ എക്കണോമിക് കാര്യങ്ങൾ മനസ്സിലാക്കണം ഫിനാൻഷ്യൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ്, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഇൻ ബിറ്റ്വീൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. രാജ്യങ്ങൾ നടന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മതി. അതൊന്നും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രസീലിൽ എന്ത് നടന്നു അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ എമേർജിംഗ് മാർക്കറ്റ്സ് ഉണ്ട്, ബ്രസീൽ, ഇന്ത്യ, ചൈന, അവരൊക്കെ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ എക്കണോമിക്സിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് എമേർജിംഗ് മാർക്കറ്റ്സ് ഉണ്ട്, ഈ ലൈക്ക് ഇങ്ങനത്തെ രാജ്യങ്ങൾ, അവരൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്ലോബൽ എക്കണോമി പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ഫണ്ട് റേസിംഗ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഫിൻടെക് ഒക്കെ ഉണ്ട്. ഫൈനാൻഷ്യൽ സർവീസിൽ ഒരുപാട് ടെക്നോളജീസിന്റെ ഇംപ്ലിക്കേഷൻ ഒക്കെ വന്ന കാരണം കൊണ്ട്, ലൈക്ക് ക്രൗഡ് ഫണ്ടിങ്, പിയർ ടു പിയർ ലെൻഡിങ്, സെക്യൂരിറ്റി ടോക്കൺ ഓഫറിങ് ഒക്കെ ഫിൻടെക്കിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. P2P ലെൻഡിങ്, ക്രൗഡ് ഫണ്ടിങ്. നമ്മൾ സോഴ്സ് ഓഫ് ഫൈനാൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രൗഡ് ഫണ്ടിങ് എന്താണ്. ക്രൗഡ് ഫണ്ടിങ് ഇതൊക്കെ പുതിയ ടെക്നോളജീസ് വന്നപ്പോൾ പുതിയ ഫോംസ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് ഒക്കെയാണ്. സെക്യൂരിറ്റി ടോക്കൺ ഓഫറിങ്, STO എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫിൻടെക്കിന്റെ ഇംപ്ലിക്കേഷൻ ഒക്കെ വരുന്നത് എന്താണ്, അതൊക്കെ നമ്മുടെ എക്കണോമിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ എക്കണോമിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ COVID-19 എല്ലാവർക്കും അറിയുന്നതാണ്. COVID-19 എന്ന് പറയുന്ന അങ്ങനെയുള്ള പാൻഡമിക്, ലോകം മൊത്തം ഒരുപോലെ എഫക്ട് ചെയ്ത പാൻഡമിക് വന്നു. അത് എക്കണോമിനെ പല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ടൂറിസം, ട്രാവൽ, സപ്ലൈ ചെയിൻസ്, ഓയിൽ പ്രൈസ്, അങ്ങനെ പല കാര്യങ്ങൾ എക്കണോമിക്സിൽ അത് എക്കണോമിക് ഫാക്ടേഴ്സിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഹൈ ആണ്. ഈ പാൻഡമിക്, ഈ COVID-19 ശേഷമുള്ള ആ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഹൈ ഇൻഫ്ലേഷൻ ആണ് എല്ലാ എക്കണോമിയിലും വന്നത്. ഗ്ലോബൽ എക്കണോമിയിൽ ജനറലി നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വന്നത്. അപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ഈവൻസും കൺസിഡർ ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഒരു എക്കണോമിയുടെ എയിം, ഒരു എക്കണോമി അച്ചീവ് ചെയ്യാൻ പോകുന്ന, നാഷണൽ എക്കണോമി അച്ചീവ് ചെയ്യുന്ന എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ മാക്രോ എക്കണോമിക് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ്. ആ പോളിസീസ് ആണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന. മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്, സപ്ലൈ സൈഡ് പോളിസി ഉണ്ട്, അങ്ങനെ ഒരുപാട് പോളിസീസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കും. ഓക്കെ, അതിന് നമ്മൾ നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് പറയാം. ഓക്കെ.